നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ലോഗോ മാത്രം മതിയാകുമോ, അതോ ഒരു ബ്രാൻഡിങ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരണം? പലയിടത്തും നമുക്ക് കേൾക്കാൻ സാധിക്കും ലോഗോ ഉണ്ടാക്കിയാൽ ബ്രാൻഡിങ് തീർന്നതെന്ന്. അത് വെറും മിത്ത് മാത്രമാണ്. ലോഗോ എന്നത് ഒരു ചിഹ്നം മാത്രമാണ്. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രം. അതൊരു സിമ്പലാകാം, പിക്ടോഗ്രാം ആകാം, വേർഡ് മാർക്ക് ആകാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂടിയ ഒരു പാക്കേജിങ് ആയിരിക്കാം. നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ചെല്ലുന്നത് ലോഗോയാണ്. എന്നാൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലോഗോ മാത്രമാണ്. അല്ല, ബ്രാൻഡിങ്ങിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കളർ, ലോഗോയിൽ എന്ത് തരം കളർ വേണം, അതുപോലെ തന്നെ ഫോണ്ടുകളിലെല്ലാം തന്നെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. ടോൺ ഓഫ് വോയിസ് ഫ്രണ്ട്ലി ആണോ അതോ ഫോർമൽ ആണോ അതോ ലക്ഷറിയസ് ടൈപ്പ് ആണോ എന്നൊക്കെ നോക്കുന്നതാണ് ടോൺ ഓഫ് വോയിസ് എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ വേർതിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയാം. ലോഗോ എന്നത് ഒരു മനുഷ്യ ശരീരത്തിലെ മുഖം മാത്രമാണ്, നമുക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ള വെറും മുഖം. എന്നാൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ആ ഒരു ശരീരം മുഴുവനാണ്, കൈയും കാലും എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു ശരീരത്തെയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്റ്റാർബക്സിൻ്റെ ലോഗോ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന രീതിയിലുള്ളതാണ്. എന്നാൽ സ്റ്റാർബക്സ് എന്ന ബ്രാൻഡിങ് യൂസ് ചെയ്യുന്നത് ആ ഒരു ലോഗോ മാത്രമാണ്. എന്തിനേറെ പറയുന്നു, അവിടെ ഉപയോഗിക്കുന്ന പ്ലേലിസ്റ്റിൽ പോലും ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അവരുടെ എല്ലാ ഔട്ട്ലെറ്റിലും അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. അതാണ് മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ ബ്രാൻഡിങ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളൊരു ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ലോഗോയിൽ മാത്രം ഒതുങ്ങിക്കൊടരുത്. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഫുൾ ബാക്ക് സ്റ്റോറി, കളർ ടോൺ, ഫോണ്ട്, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു ബ്രാൻഡിങ് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡിൽ നിന്നും കുറച്ച് യൂണീക്ക് ആകാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക.